RSSൻ്റെ ഫാസിസ്റ്റ് ശൈലിയുടെ ഭാഗമാണ്. ഇപ്പോൾ രാജ്യത്ത് വലിയൊരു മതവിഭാഗമാണ് ഹിന്ദുക്കൾ. ആ ഹിന്ദു വിഭാഗത്തിനിടയിൽ ഒട്ടേറെ അവാന്തര വിഭാഗങ്ങളുണ്ട്. പക്ഷേ ഹിന്ദുക്കളാകെ ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശം പരത്തിക്കൊണ്ട് രാജ്യത്തുടനീളം വർഗീയതയാണ് RSS സൃഷ്ടിക്കുന്നത്. അവരുടെ മതരാഷ്ട്ര സങ്കല്പനം രാഷ്ട്രശില്പികളുടെ സങ്കല്പത്തിന് ഘടകവിരുദ്ധമാണ്. കാരണം ഭരണഘടന പോലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് മതരാഷ്ട്രം എന്നത്. അപ്പം മതനിരപേക്ഷതയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യവും സമത്വവും ഭരണഘടനയുടെ സങ്കല്പനങ്ങളിൽ പ്രധാനമാണ്. ഇതിനെയൊന്നും അംഗീകരിക്കാത്ത RSS ഈ രാഷ്ട്രത്തിൻ്റെ പ്രതീകമാണ് RSS എന്ന ഒരു തെറ്റായ പ്രതീതി സമൂഹത്തിൽ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലും അവരിടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റ് മന്ദിരത്തിൽ പോലും ഇപ്പോൾ ദണ്ഡ് സ്ഥാപിച്ചു, അധികാര ദണ്ഡ് സ്ഥാപിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഒരിടത്തും ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത വിധം ഒരു ആരാധനാലയത്തിന് പ്രാണപ്രതിഷ്ഠ നടത്താൻ പുറപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ എത്രയോ ഹിന്ദു വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളുണ്ട്. അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റോ MLA യോ മന്ത്രിയോ അല്ല പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്, പുരോഹിതന്മാരാണ്. അപ്പോൾ പുരോഹിതന്മാരെ തിരശ്ശീലയ്ക്ക് പിന്നിരുന്നിട്ട് രാഷ്ട്രീയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വിശ്വാസികളെ വർഗീയതയിലേക്ക് നയിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ മെട്രോ ട്രെയിനിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ, വന്ദേ ഭാരതം ഉദ്ഘാടന പരിപാടിയിൽ RSSൻ്റെ ശാഖകളിൽ പാടുന്ന ഗണഗീതം പാടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രവ്യവസ്ഥയിലേക്ക് RSS കൃത്യമായി നുഴഞ്ഞു കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ്. രാഷ്ട്രവ്യവസ്ഥ വേറെ, അതോടൊപ്പം രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ വേറെ. പക്ഷേ സംഘടനകളും രാഷ്ട്രവ്യവസ്ഥയും ഒന്നാണ് എന്നുള്ള തെറ്റായ പ്രതീതി ഉണ്ടാക്കാനാണ് ഈ വന്ദേ ഭാരതത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗണഗീതം പാടിക്കുന്നതിലൂടെ RSS ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ഭരണഘടനാ ലംഘനമായിട്ടൊരു കാര്യമാണ്. രാജ്യത്ത് ഭീതിതമായിട്ടൊരു അന്തരീക്ഷത്തിലേക്ക് നയിക്കത്തക്ക നിലയിലുള്ള തെറ്റായൊരു പ്രവണതയായിട്ടാണ് കണക്കാക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് ദേശഭക്തി ഗാനമല്ലേ, ഇതിൻ്റെ ആശയത്തിൽ എവിടെയും RSS ഇല്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? ഇതൊരു ദേശഭക്തി ഗാനമായിട്ട് ആലപിച്ചൂടെ എന്നാണ് ജോർജ് കുര്യൻ ചോദിച്ചത്. ദേശഭക്തി ഗാനമാണെങ്കിൽ ആ ഗണഗീതത്തിൽ ചില വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നില്ല? അതായത് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് ഇന്നത്തെ ഇന്ത്യ രൂപപ്പെടുന്നത് ദേശീയമായിട്ടൊരു കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വൈവിധ്യങ്ങളെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പം വരുന്നത് രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഇന്ത്യയിലെ നാനാവിഭാഗം ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഗണഗീതത്തിൽ ചില ആളുകളെക്കുറിച്ചൊക്കെ തന്നെ പ്രകീർത്തിക്കുന്നുണ്ട്, പക്ഷേ മഹാത്മാഗാന്ധിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ദേശഭക്തി ഗാനമല്ല, ദേശദ്രോഹ ഗാനമാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് നിഷ്കളങ്കമായി കുട്ടികൾ പാടിയതല്ലേ, അതിന് തെറ്റു പറയാനുണ്ടോ? ഇവിടെ RSS അങ്ങനെ നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അതിൻ്റെ 100 വർഷക്കാലത്തെ ചരിത്രം രക്തപങ്കിലമായ ചരിത്രമാണ്. അത് മഹാത്മാഗാന്ധിയുടെ അതിലൊരു പ്രധാനപ്പെട്ട ചവിട്ടുപടിയായിരുന്നു. അഹിംസാ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റയാൾ പട്ടാളമായി പ്രവർത്തിച്ച ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ വർഗീയ കലാപങ്ങൾ വ്യാപിപ്പിക്കുക എന്നുള്ള RSSൻ്റെ അജണ്ടയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ഒറ്റയാൾ പട്ടാളമായിട്ടുള്ള മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയെ നിശബ്ദനാക്കാൻ വേണ്ടിയാണ് അന്നത്തെ RSS നേതാക്കന്മാർ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇറ്റാലിയൻ തോക്കുപയോഗിച്ച് മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തത്. മഹാത്മാഗാന്ധിയെ നിശബ്ദമാക്കി. ഇന്നിപ്പോൾ ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞിട്ട് ഗണഗീതത്തെ വെള്ളപൂശാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിനിടയിൽ ഒരു യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് അവർ ഈ ഗണഗീതം എന്ന നിലക്ക് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആലപിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ദേശഭക്തി ഗാനമല്ല. മറ്റൊരു കാര്യം, ഈ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ മരിച്ച ഒരാളെ രക്തസാക്ഷിയാക്കിയിട്ട് ഒരു പ്രമേയം
അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളതാണ്. നേരത്തെ DYFI തള്ളിയതായിരുന്നു, CPM സംസ്ഥാന സെക്രട്ടറിയും തള്ളിയതാണ് വിഷയത്തിൽ, നമ്മുടെ പാർട്ടി അല്ല തള്ളിയതാണ്. ഈ ദേശഭക്തി ഗാനം സംബന്ധിച്ച് ഉള്ള ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഗണഗീതം, ദേശഭക്തി ഗാനം വേറെ, RSSൻ്റെ ഗണഗീതം വേറെ. ഇവിടെ അപ്രസക്തമായിട്ടൊരു കാര്യത്തെ വലിയ നിലക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ചില മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പാനൂർ സ്ഫോടനത്തെ സംബന്ധിച്ച് CPIM കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അല്ല, ഞാൻ നേരത്തെ CPIM അത് സംബന്ധിച്ച് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ CPIM ഉറച്ചു നിൽക്കുന്നു എന്ന് പാർട്ടിയുടെ നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്.